welcome to Future powered by Google. Class 9 CBSE ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻ. ആൻഡ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ടിൻഡൽ എഫക്റ്റ് ചിലപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടാവും, സാരില്ല മിസ് അത് എന്താന്ന് പറഞ്ഞുതരാം. ഇനി നിങ്ങൾ അറിയാത്ത ആൾക്കാരാണെങ്കിലും വൺസ് ഇൻ എ ലൈഫ് ടൈം നിങ്ങൾ എന്തായാലും ഈ ടിൻഡൽ എഫക്റ്റ് ഡയറക്റ്റ് കണ്ടിട്ടുണ്ട് നിങ്ങളെ കണ്ണുകൊണ്ട്. ഓക്കെ, സോ മിസ് കാണിച്ചു തരാം കുറച്ച് എക്സാമ്പിൾസ്. ഒന്ന്, നിങ്ങൾ ഈ ഇമേജിലേക്ക് തന്നെ നോക്ക്. ഇതിപ്പോ ഈ ഇമേജ് വേണമെന്നില്ല, നിങ്ങൾ റൂമിലാണെങ്കിലും ശരി, ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു ഈവനിങ് ടൈമിൽ നിങ്ങൾ റൂമിലേക്ക് ഇങ്ങനെ സൺലൈറ്റ് ഇങ്ങനെ കയറുന്നത്, നിങ്ങൾ സൺലൈറ്റിന്റെ പാത്ത് ക്ലിയർ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ഇനി അതൊക്കെ പോട്ടെ, ഇപ്പൊ ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞേ ഉള്ളൂ. സോ ഫുട്ബോൾ മാച്ചസ് ഒക്കെ നടക്കുന്ന സമയത്ത് സ്റ്റേഡിയത്തിൽ വലിയ ലൈറ്റ്സ് ഉണ്ടാവും അല്ലേ? ഇതൊക്കെയാണ് വലിയ ലൈറ്റ്. ഈ ലൈറ്റിനെ നമ്മൾ എന്താ വിളിക്കുക? ഫ്ലഡ് ലൈറ്റ്സ് എന്നാ വിളിക്കുക. സോ ഈ ഫ്ലഡ് ലൈറ്റ്സ് ലൈറ്റ് ഇങ്ങനെ വരുമ്പോൾ ആ ലൈറ്റിന്റെ പാത്ത് ഇങ്ങനെ ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ? ഇനി അതൊക്കെ പോട്ടെ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാന്നുള്ളത് അല്ലെ? സോ മൂവി തിയേറ്റേഴ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ബാക്കിൽ നിന്ന് പ്രൊജക്ടറിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? സോ ആ ലൈറ്റിന്റെ ലൈറ്റിന്റെ പാത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? സോ ഈ ഫിനോമിനയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടിൻഡൽ എഫക്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, എന്താണ് അപ്പൊ ഈ ടിൻഡൽ എഫക്റ്റ് എന്ന് നോക്കിയാലോ? നോക്ക്, ഈ ഒരു റൂം എടുക്കാം. ഈ റൂമിൽ കുറെ പൊടിയുണ്ട് കേട്ടോ, ഭയങ്കര പൊടികളൊക്കെ ഉള്ള ഒരു ഡസ്റ്റി ആയിട്ടുള്ള റൂമാണിത്. ഈ റൂമിലേക്ക് ഇതേ മോളിൽ നിന്ന് സൺലൈറ്റ് എൻ്റർ ചെയ്യാണ്. സോ സൺലൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് മിസ് ഓൾറെഡി പറഞ്ഞു ഈ റൂമിൽ കുറെ പൊടിയുണ്ടെന്ന്. സോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. സോ ലൈറ്റ് ഈ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ ഡസ്റ്റ് പാർട്ടിക്കിളിനെ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യും. ആ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് അതിന്റെ ഡയറക്ഷൻ മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? ഒന്ന് ചെതറിപ്പോവും. ഈ ചെതറിപ്പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്കാറ്റർ ചെയ്യാന്ന് വിളിക്കുക, അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യാന്ന് പറയാം. ഓക്കെ, സോ ലൈറ്റ് അതിന്റെ ഡയറക്ഷൻ മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും സ്കാറ്റർ ചെയ്ത് പോകുന്നു. അങ്ങനെ സ്കാറ്റർ ചെയ്ത് പോകുന്ന സമയത്ത് ആ ലൈറ്റ് പോകുന്ന വഴിയൊക്കെ എന്താവും? നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആവും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ആ ലൈറ്റ് ഇങ്ങനെ കാണുന്നത്. ഇപ്പൊ നമ്മൾ തിയേറ്ററിൽ പോകുന്ന സമയത്ത് തിയേറ്ററിൽ ഒരുപാട് ഡസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഒരുപാട് ഡസ്റ്റ് ഉണ്ടാവും. അപ്പൊ ആ പ്രൊജക്ടറിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ ഡസ്റ്റ് പാർട്ടിക്കിളിനെ ഹിറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാറ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ലൈറ്റ് പോകുന്ന വഴി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. മക്കളെ, ഈ ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ടിൻഡൽ എഫക്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ നോക്ക്, ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ പാർട്ടിക്കിൾസ് ഇസ് നോൺ ആസ് ടിൻഡൽ എഫക്റ്റ്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾ 3 ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് അവര്? വി ഹാവ് സൊല്യൂഷൻ, വി ഹാവ് കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ. നോക്ക്, ഇവിടെ മിസ് 3 ബീക്കേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആണ്. ഇവിടെ എടുത്തിരിക്കുന്നത് സോൾട്ട് സൊല്യൂഷൻ ആട്ടോ. സോ ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ആൻഡ് സെക്കൻഡ് ബീക്കറിൽ മിൽക്ക് ആണ്. മിൽക്ക് എന്തിന് എക്സാമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം? അതൊരു കൊളോയിഡിന് എക്സാമ്പിൾ ആണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇതൊരു കൊളോയിഡ് ആണ്. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഓഫ് മിക്സ്ചർ മിസ് ഇവിടെ എടുത്തിരിക്കുന്നത് ചോക്ക് പൗഡർ ഇൻ വാട്ടർ. നമുക്കറിയാം ചോക്ക് പൗഡർ വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആവോ? ഇല്ല. ആ ചോക്ക് പാർട്ടിക്കിൾസ് ക്ലിയർ ആയിട്ട് നമുക്ക് ആ ബീക്കറിൽ അവിടെ ഇവിടെയും കാണാൻ പറ്റും അല്ലെ? സോ ഇതെന്താണ്? ഇതിനെ നമ്മൾ സസ്പെൻഷൻ എന്നാണ് വിളിക്കുക. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ്. ആൻഡ് ഈ ഓരോ മിക്സ്ചേഴ്സിലേക്കും നമ്മൾ അവർ ടിൻഡൽ എഫക്റ്റ് കാണിക്കോ ഇല്ലേ എന്നുള്ളൊരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കിയേ, ഒരു ലേസർ ബീം. ലേസറിൽ നിന്ന് ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഈ 3 സൊല്യൂഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യാണ്. ഫസ്റ്റ് വൺ സോൾട്ട് സൊല്യൂഷൻ ആണ്. നോക്ക്, നിങ്ങൾക്ക് ആ ബീക്കറിന്റെ ഉള്ളില് ആ ലേസർ ബീം അല്ലെങ്കിൽ അതിന്റെ ലൈറ്റ് പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല അല്ലെ? പാത്ത് ഓഫ് ദ ലൈറ്റ് ഇസ് നോട്ട് വിസിബിൾ ഇൻസൈഡ് ദി ബീക്കർ. അതിന്റെ അർത്ഥം അതിലത്തെ പാർട്ടിക്കിൾസ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ടിൻഡൽ എഫക്റ്റ് കാണിക്കുന്നില്ല എന്ന് മിസ് പറഞ്ഞു. ടിൻഡൽ എഫക്റ്റ് കാണിക്കണമെങ്കിൽ പാർട്ടിക്കിൾസ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിക്കണം. അതിന് പാർട്ടിക്കിളിന് അത്യാവശ്യം എന്ത് വേണം? കുറച്ച് സൈസ് ഒക്കെ വേണം. ഒരു സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ മക്കളെ, സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ന് പറയുന്നത് അവർ വളരെ കുഞ്ഞനാ, തീരെ ചെറുതാ. യു ക്യാൻ സേ ഇറ്റ് ഇസ് ലെസ് ദാൻ 1 നാനോമീറ്റർ. സോ 1 നാനോമീറ്ററിനേക്കാളും ചെറുതായതുകൊണ്ട് they will not scatter light. അപ്പൊ അവർ എന്ത് ചെയ്യില്ല? they will not show ടിൻഡൽ എഫക്റ്റ്. നേരെ മറിച്ച് if you take colloid and suspension, കൊളോയിഡേയും സസ്പെൻഷനിലെ പാർട്ടിക്കിൾസിന് അത്യാവശ്യത്തിന് സൈസ് ഉണ്ട്. ഓക്കെ, സസ്പെൻഷൻ എടുക്കുകയാണെങ്കിൽ സസ്പെൻഷനിലെ പാർട്ടിക്കിൾസ് ദേ ആർ ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റേഴ്സ്. 1000 നാനോമീറ്റേഴ്സിനെയും വലുതാണ്. അതുകൊണ്ട് നമുക്ക് ചോക്കപ്പൊടിയൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇനി ചോക്കിന് പകരം ഇഫ് യു ടേക്ക് സം സാൻഡ് പാർട്ടിക്കിൾസ് നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല. സോ ദേ ബിഗ്.
they have the strength to scatter the light. And colloid എടുക്കുകയാണെങ്കിൽ colloidലെ particle size എന്ന് പറയുന്നത് it is between 1 nanometer to 1000 nanometers. അതായത് ഒരു സൊല്യൂഷന്റെയും സസ്പെൻഷന്റെയും ഇടയ്ക്കാണ് ഇവർ വരുന്നത്. സോ ദേ ഓൾസോ ഹാവ് ദ സ്ട്രെങ്ത് ടു സ്കാറ്റർ ദ ബീം ഓഫ് ലൈറ്റ്. അതുകൊണ്ടാണ് നോക്ക് ലേസർ ബീം നമ്മൾ ഒരു കൊളോയിഡിലേക്കും സസ്പെൻഷനിലേക്കും കാണിക്കുമ്പോൾ ആ ബീക്കറിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവരെ പോകുന്ന വഴി ലൈറ്റ് പാസ് ചെയ്യുന്ന പാത്ത് നമുക്ക് എന്താണ് ക്ലിയർ ആയിട്ട് വിസിബിൾ ആവുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് കൊളോയിഡിനും സസ്പെൻഷനും എന്ത് കാണിക്കാൻ പറ്റും? ടിൻറ്റൽ എഫക്റ്റ് കാണിക്കാൻ പറ്റും. സോ ഐ ഹോപ്പ് ടിൻറ്റൽ എഫക്റ്റ് എന്താണ് ക്ലിയർ ആയത്. ഇറ്റ് ഈസ് ജസ്റ്റ് ദി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ പാർട്ടിക്കിൾസ്. സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. ബൈ ബൈ.